ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസം യുവനടി ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. തന്നെ നിരന്തരമായി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയ കാര്യം അവർ വ്യക്തമാക്കി. ഒപ്പം തന്നെ അശ്ലീല സന്ദേശങ്ങളടക്കം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണ് ഷീജ? തീർച്ചയായും ഷമ്മി, ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയുന്നതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണം നമുക്ക് മുന്നിൽ ഉള്ള ഒരു വിഷയം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വിവരം. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, ഒരു യുവ വ്യവസായി കൂടി ഇത്തരത്തിൽ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി പെൺകുട്ടിയെ നിർബന്ധിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളടക്കം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 2 ഗുളികകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള തെളിവ് വിവരങ്ങൾ ഒക്കെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെ ഈ യുവ വ്യവസായിയും ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്താത്ത പക്ഷം അതിൽ ഭീഷണി അടക്കം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഫോൺ കോളുകൾ ഉണ്ട്. നിരവധി തവണ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതുമായ, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളടക്കം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ യുവ വ്യവസായി ഉള്ളത്. ഈ യുവ വ്യവസായി എന്ന് പറയുമ്പോൾ പത്തനംതിട്ട സ്വദേശിയാണ് ഈ വ്യക്തി. ഈ വ്യക്തിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വളരെ അടുത്ത സൗഹൃദമുള്ള വ്യക്തി കൂടിയാണ് ഈ യുവ വ്യവസായി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യം. അത്തരത്തിൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വരുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ തെളിവ് ശേഖരണത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഇതിന്റെയൊക്കെ ആധികാരികതയും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ, അതായത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനും ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഷമി, ഷീജ, ഇപ്പോൾ നമുക്ക് 2 ശബ്ദരേഖകൾ അന്ന് പുറത്ത് വന്നിരുന്നു. രണ്ടിലും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ ഒരു കേസ് ബാംഗ്ലൂരിലെന്തോ ഗർഭചിത്രം നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു സംഭവത്തിൽ, രണ്ടാമത്തെ സംഭവത്തിലായിരിക്കാം ഇവർ ഈ രീതിയിൽ ഗർഭചിത്രം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. അശാസ്ത്രീയമായ നിലയിലാണ് ഗർഭചിത്രം നടന്നത്. ഒപ്പം തന്നെ 4-ാം മാസത്തിൽ, സാധാരണഗതിയിൽ 3 മാസത്തിനുള്ളിൽ ഗർഭചിത്രം നടത്തുകയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പക്ഷേ 4-ാം മാസം കടക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള, എന്നാൽ തെളിവില്ല എന്ന ഒറ്റ ബലത്തിൽ പിടിച്ചു നിൽക്കുകയാണ് ഈ രാഹുൽ. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഈ 2 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരില്ലേ അന്വേഷണത്തിൽ? തീർച്ചയായും ഷമി, ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ 2 വിഷയങ്ങളുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ ബംഗളൂരുവിൽ വെച്ച് നടത്തിയ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിൽ നാട്ടിൽ വെച്ച് നടന്ന ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒക്കെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 4-ാം മാസത്തിലാണ് ഈ കേസിൽ ഗർഭചിത്രം നടത്തിയിരിക്കുന്നത്, നിർബന്ധിത ഗർഭചിത്രം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗുരുതര കുറ്റകൃത്യം, ക്രിമിനൽ കുറ്റകൃത്യമാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്നുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും ആധാരമാകുന്നത് ശാസ്ത്രീയ തെളിവുകൾ തന്നെയായിരിക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയ തെളിവുകൾ കൂടുതലായി ശേഖരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു വിഷയം നിലനിൽക്കുന്നത്, ഈ പെൺകുട്ടികൾ ആരും തന്നെ പരാതി നൽകാനായി തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് കൂടിയാണ് ക്രൈംബ്രാഞ്ച് സംഘം ആലോചിക്കുന്നത്. ഷമി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.